നമ്മളൊന്ന് തേനീച്ചക്കൂട് തപ്പി ഇറങ്ങിയ സമയത്ത് നമുക്കൊരു തേനീച്ചക്കൂട് കിട്ടിയില്ലായിരുന്നു ഒരു മരത്തിൽ നിന്ന്. പക്ഷെ ആ സമയത്ത് നമ്മൾ തേൻ എടുക്കണ്ടായിരുന്നു ആ തേനീച്ചക്കൂട്ടിൽ നിന്ന്. ഇന്ന് നമ്മൾ ആ തേൻ എടുക്കാൻ പോയപ്പോ ആ തേനീച്ചക്കൂട് കാണുന്നില്ല, ആരും എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടം, കൊതി വന്നിട്ട് വയ്യ തേന്. കടയിലെ തേനിനൊക്കെ എന്താ വിലയാ. അത് മാത്രല്ല കടയിൽ നിന്ന് കിട്ടുന്ന തേനാണെങ്കിൽ ഫ്രഷും അല്ല അത്രേ. ആ ശരിയാ, പെട്ടെന്ന് നടക്ക്. ഇതെന്തോ ഒരു പെയിന്റിങ് കിടക്കുന്ന ഇവിടെ. എന്താ അവിടെ? താഴോട്ട് നോക്ക്. ശരിയാണല്ലോ, നല്ല രസമുള്ള പെയിന്റിങ്. നമുക്കിതങ്ങ് എടുത്തോണ്ട് പോയാലോ? ആ ശരിയാ, നമുക്ക് എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ ഫാമിലി ഫോട്ടോ അവിടെ ഒട്ടിച്ചേക്കത്. അന്ന് അടിക്കടി തുമ്പി നമുക്ക് വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചേക്കാം. നല്ല രസമുള്ള ഫോട്ടോ അല്ലേ? ശരിയാ, നല്ല രസമുണ്ട്. നല്ല രസമുണ്ടല്ലേ ഈ പെയിന്റിങ് കാണാൻ. മതി മതി സംസാരിച്ച് പെട്ടെന്ന് വീട്ടിൽ പോവാ. ഈ പെയിന്റിങ്ങിന്റെ ഭംഗിയായിരുന്നു, എന്റെ കണ്ണ് ഇതിന്റെ അകത്തൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ശരി, എന്റെ കണ്ണും എടുക്കാൻ പറ്റുന്നില്ല. ഇവരെന്താ കാര്യം പറയുന്നത്? അവരിൽ എന്താ പെയിന്റിങ് ഇരിപ്പുണ്ടല്ലോ. എനിക്കറിയത്തില്ല കൺമണിമോൾ അവർ രണ്ടുപേരും എന്തോ പറയുന്നതെന്ന്. അവരുടെ കയ്യിൽ എന്തായാലും ഒരു പെയിന്റിങ് ഇരിപ്പുണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാൻ. ആ ശരിയാ, നല്ല രസമുണ്ട്. അതെ, നമുക്കെന്നാ പോയാലോ? ആ ശരി, പോവാ. തുമ്പി നടക്കത്തി പോവാ. ഞാൻ ഈ പെയിന്റിങ്ങിന്റെ ഭംഗിയായിരുന്നു ഇതിൽ തന്നെ നോക്കി നിൽക്കുക. മതി നോക്കിയത്, നമുക്ക് ഇനി പോവാ. അയ്യോ, അതെന്താ ഒരു കുറുക്കം കൂന്ന സൗണ്ട് കേൾക്കുന്നേ? പെട്ടെന്ന് നടക്കടി തുമ്പി വീട്ടിലോട്ട്. ശരി ശിവാനി, ടാറ്റ കൺമണിമോളെ, ടാറ്റ ചേച്ചി, ടാറ്റ കണ്ണൻ ചേട്ടാ. നമുക്കെന്നാ നാളെ കാണാം, ഞാൻ വീട്ടിൽ പോവാണേ. ശരി ശരി. അമ്മ ഏതായാലും കുടുംബശ്രീ കഴിഞ്ഞിട്ട് വന്നില്ലേ? 8 മണിയായല്ലോ സമയം. വൈകിട്ട് 5 മണിക്ക് പോയ അമ്മ ഇതുവരെ വന്നതേയില്ലല്ലോ. ചിലപ്പോ അമ്മ അടുക്കള കാണും, നമ്മള് വിളിച്ച് ചിലപ്പോ കേട്ട് കാണത്തില്ല. ഞാൻ നോക്കിട്ട് വരാവേ. ചേട്ടൻ പോയി നോക്കിട്ട് വാ. ഞാൻ ഏതായാലും നോക്കിട്ട് വരാം അമ്മേ. ഇല്ല, അമ്മ വന്നില്ല. അടുക്കള മൊത്തം നോക്കി, അമ്മയൊന്നും വന്നില്ല. അമ്മ എന്ത് ഇത്ര നേരം എടുക്കുന്ന കുടുംബശ്രീന്ന് വരാൻ? അമ്മ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാവേ. ശരി ചേട്ടാ, ഞാൻ കുളിക്കാൻ പോവാ. പെട്ടെന്ന് പോയി കുളിച്ചോ, ഭയങ്കര ചൂടാ. ഞാനിപ്പോ മുഖം കഴുകുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി പാതിരാത്രി കുളിക്കുന്നില്ല. അവര് രണ്ടുപേരും പോയി. ഇനി ഫോട്ടോ ഒട്ടിക്കട്ടെ ഇവിടെ. ടേബിളിന്റെ മുകളിൽ കയറി ഇനി എവിടെ ഒട്ടിക്കണ്ടേ? കുറച്ച് ഇങ്ങോട്ട് നിൽക്കാം. ഫോട്ടോ ഇവിടെ ഒട്ടിക്കാം. ഇവിടെ ഒട്ടിച്ചു ഫോട്ടോ. ഹായ്, എന്ത് രസമാണ്. ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയുടെ അടുത്ത് തന്നെ വേറെ ഒരു ഫോട്ടോ, നല്ല രസമുണ്ട്. വാവ്, എന്തൊരു രസമാ. ഫോട്ടോ ഇട്ട് ചെയ്തില്ല, ഞാൻ ഇനി പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഇത്ര നേരം കുടുംബശ്രീ ഉണ്ടോന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറെ നേരം ഉണ്ടായിരുന്നു. ഇതേതാ ഫോട്ടോ? ഇതങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയുടെ അടുത്ത് ഈ ഫോട്ടോ വന്ന്? മക്കളെ മക്കളെ, അമ്മ വന്നു. മക്കളെ, ഇതേതാ നമ്മുടെ ഫാമിലി ഫോട്ടോയുടെ അടുത്തൊരു ഫോട്ടോ? അത് ഞാനും ചേട്ടനും പിന്നെ കൺമണിമോളും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശിവാനി ആണെങ്കിലേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാട്ടിൽ പോയപ്പോഴേ തേനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ തേൻ എടുക്കാൻ പോയതാ. തേനെടുക്കാൻ പോയിട്ട് തേൻ കിട്ടിയില്ല മരത്തിൽ നിന്ന്. ആരും എടുത്തോണ്ട് പോയ തേൻ കൂട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ പെയിന്റിങ് കിട്ടിയത്. അങ്ങനെ ഞാനിത് എടുത്ത് ഒട്ടിച്ചു വെച്ചതാ. ഞാൻ പേടിച്ചു. ഞാൻ ഓർത്ത് വേറെ ആന്റി ഇവിടെ വന്നിട്ട് ഒട്ടിച്ചു വെച്ചിട്ട് പോയതാണ്. കൊള്ളാവോ അമ്മേ പെയിന്റിങ്? നല്ല സൂപ്പർ പെയിന്റിങ്ങാ. അമ്മ എന്നാ പോയി ഫ്രഷ് ആയിട്ട് വരാം. ശരി അമ്മേ. ഉറക്കം വരുന്നു. ഹാളിൽ ഫാമിലി ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് ആ ഫോട്ടോ ഇവിടെ വന്നല്ലോ. വന്നില്ല, പക്ഷേ വന്നതുപോലെ തോന്നി എനിക്ക്. പെട്ടെന്ന് ഒരു മിന്നായം പോലെ കണ്ടു ഞാൻ. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. അതെന്തായാലും ആട്ടെ. ഇനിയും കുറച്ചു നേരം പോയി ചേട്ടന്റെ കൺമണിമോളന്റെ കൂടെ ടി വി കാണാം. ഇനിയും കുറച്ചു നേരം ടി വി കാണാം. ഇതാരും ഇരിക്കുന്നേ? ഇതെന്താ ചേച്ചി റെഡ് ബ്ലൗസും വെള്ള മുണ്ടും എടുത്തോണ്ടിരിക്കുന്നത്? അത് മാത്രല്ല, ചേച്ചിയുടെ മുടിക്ക് നല്ല നീളം ഉണ്ടല്ലോ. ചേച്ചിയേക്കാളും നല്ല വലിപ്പമുണ്ടല്ലോ. എന്റെ അമ്മ, ഇതാരാ? ഇവിടെ ഇരുന്ന ആളെന്താ ഇത്ര പെട്ടെന്ന് അവിടെ പോയി? ഇതെന്താ അപ്പുറത്തെ ഷായി പോയോ? എനിക്ക് ചിലപ്പോ തോന്നിയതോ വല്ലതായിരിക്കും. ഞാൻ ഇരുന്ന് ടി വി കാണാൻ പോവാ. എന്തായാലും മുമ്പ് ഇവിടെ ഇരുന്ന ആരായിരിക്കും? ആരാ? അതാരാ ചേച്ചി? ആരാന്ന്?
അടുക്കള ജോലിയുണ്ട് ശരിയേ. അമ്മ പോയി. എന്റെ അമ്മയെ ഇവിടെ ഒറ്റയ്ക്ക് പേടിച്ച് കുത്തിയിരിക്കണം എന്റെ അമ്മച്ചിയെ. ഓ കാർട്ടൂൺ തീർന്നു, ഇനി വേറെ കാർട്ടൂൺ. ഞാനൊന്ന് എഴുന്നേറ്റ് പോവാ. ആ പെയിന്റിങ്ങിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നേ. എന്റെ അമ്മ, ആ പെയിന്റിങ്ങിനകത്തുള്ള പെണ്ണല്ലേ ഇറങ്ങി വരുന്നേ. അയ്യോ പേടി വരുന്നു. അയ്യോ ആ പെണ്ണ് വലുതായി വരുന്നു, എനിക്ക് പേടി വരുന്നു. എന്റെ അമ്മ, ഈ പെണ്ണിന് എന്തൊരു വലിപ്പോ, പേടി വരുന്നു. എന്താടി കൊച്ചേ നിനക്ക്? ഞാൻ പ്രേതവല്ലടി കൊച്ചേ, യക്ഷിയാ. ഞാനിനി എന്റെ പെയിന്റിങ്ങിന്റെ അകത്ത് തിരിച്ചു കയറാൻ പോവാ. അയ്യോ അയ്യോ, ഞാനിത് എവിടെയാ? ഞാൻ മുമ്പ് എന്തോ ഒരു യക്ഷിയെ കണ്ടിട്ടല്ലേ ബോധം കെട്ട് വീണേ. എന്തിയാ യക്ഷി? എന്റെ അമ്മേ, ദേ ആ യക്ഷിയുടെ ഫോട്ടോ എവിടെ? അതാരെ കഥ തുറന്നു വരുന്നേ? കൺമണി മോളെ, അച്ഛൻ വന്ന്. എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. അച്ഛനാണെങ്കിൽ അടുക്കള വഴി അകത്തോട്ട് കയറാൻ ഓർക്കുക. അച്ഛന്റെ ഇരുന്ന കവറൊക്കെ അമ്മയുടെ കൊടുത്തു. ഞാൻ ഓർത്ത് പിന്നെ അടുക്കള വഴി കയറണ്ട്, നിങ്ങളെയൊക്കെ ഒരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കയറി വന്നതാ. എന്ത് പറ്റി മോളെ, നീ പേടിച്ചിരിക്കുന്നേ? യക്ഷിയോ? ഇതാണോ പെയിന്റിങ്? അല്ല, ഈ പെയിന്റിങ് യക്ഷിയായിട്ട് എന്ത് ബന്ധം? മോളെ മോൾക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. ഞാൻ ടിവി റൂമിൽ ഇരിക്കുന്ന സമയത്ത് വേറെ ആരോ അവിടെ ഇരിക്കുന്നു. ഒരു പെൺകുട്ടി, ചുമന്ന ബ്ലൗസും വെള്ള മുണ്ടും എടുത്തോണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി. അങ്ങനത്തെ അവിടെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ അമ്മയോട് ഞാൻ പറഞ്ഞു. എന്നിട്ട് അമ്മയെ വിശ്വസിച്ചില്ല, അച്ഛനെ വിശ്വസിക്കുന്നില്ല. മോളെ, ഈ യക്ഷി പ്രേതം ഭൂതം ഒന്നുമില്ല. യക്ഷി വരുവാണെങ്കിൽ അച്ഛനെ ഓടിച്ചോളാം, മോള് വിഷമിക്കണ്ട. കണ്ണമ്മനും തുമ്പിമോളും എന്തി? ചേട്ടനും ചേച്ചിയാ ബെഡ്റൂമിലും കണ്ടുണ്ട്. ഞാനെന്നാലും പോയി കാണട്ടെ. തുമ്പി, നിനക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? എനിക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടം. ചേട്ടൻ ഇഷ്ടമാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമല്ലേ ചോക്ലേറ്റ്. മക്കളെ, അച്ഛൻ വന്നോ? എന്റെ മക്കൾക്ക് സുഖമാണോ? ഞങ്ങൾക്ക് സുഖം അച്ഛാ. അച്ഛന് സുഖമാണോ അച്ഛാ? അച്ഛന് സുഖം. മക്കളെ, മക്കളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞങ്ങളൊന്നും കഴിച്ചില്ല. ബാ മക്കളെ, അച്ഛനാണെങ്കിലേ കഴിക്കാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഹായ്, കഴിക്കാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടോ? എന്നാ ബാ മക്കളെ, കഴിക്കാം. ബാ മക്കളെ. ഞാൻ യക്ഷി. ഞാൻ യക്ഷി. ഇതാരാ ഇരിക്കുന്നേ? നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിൽ കയറിട്ട് ഞങ്ങൾ ആരാന്ന് ചോദിക്കുന്നത്? നിങ്ങൾ ആരാ? ഈ പെണ്ണിന്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്തോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ പെണ്ണ് അങ്ങോട്ട് ഇരിക്കുന്നു. ഈ പെണ്ണിന്റെ മുഖം കണ്ടിട്ടുള്ള കാര്യം. ഇതെന്താ ഈ പെണ്ണിന്റെ മുഖം കാണിക്കാൻ സമ്മതിക്കത്തില്ലേ? കൊച്ചു, നീ ഏതാ ഞങ്ങളുടെ വീട്ടിൽ കയറിക്കുന്നത്? നീ ഏതാ കൊച്ചേ? ഞാൻ ആരെങ്കിലാണ് നിനക്കെന്തോ തള്ളേ? ഇടി കൊച്ചു, നീ എന്തിനാടി ഞങ്ങളുടെ വീട്ടിൽ കയറിയേ? എടുത്തള്ള, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കയറി, നിനക്കെന്താടി? അയ്യോ യക്ഷി, അയ്യോ രമേശേട്ടാ, ഓടി വാ. അയ്യോ യക്ഷി. എന്തു പറ്റി നന്ദിനി? രമേശേട്ടാ, ദേ ഈ സോഫയിൽ ഒരു യക്ഷി ഇരിക്കുന്നു. യക്ഷി എവിടെ? ഇവിടെ ഒരു യക്ഷി ഇല്ലല്ലോ. യക്ഷിയോടെ പോയി ഇത്ര നേരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഈ യക്ഷിയെ ഞാൻ എവിടെ കണ്ടതുപോലെ. കറക്റ്റ് ഈ ഫോട്ടോയ്ക്കത്തല്ല അതേ യക്ഷിയാണല്ലോ. ഈ ഫോട്ടോ എന്തോ ഈ യക്ഷി വരാനുള്ള കാരണം. എന്തൊക്കെയാ നന്ദിനി നീ പറയുന്നേ? അല്ല നന്ദിനി, ഇതേതാ ഫോട്ടോ? ഇത് മക്കളാണെങ്കിലേ കാട്ടി തേനെടുക്കാൻ പോയ സമയത്ത് തിരിച്ചു വരുന്ന സമയത്താണെങ്കിലേ കിട്ടിയതാണ് ഈ ഫോട്ടോ. ഈ ഫോട്ടോയുടെ അകത്തുനിന്ന് കണ്ട യക്ഷി ഇറങ്ങി വന്നത് ഞാൻ കണ്ട്. ഈ ഫോട്ടോയ്ക്കത്തല്ല അതേ യക്ഷിയാണ് ഇപ്പൊ ഇവിടെ നിന്നത്. നീ എന്തൊക്കെ പറയുന്ന നന്ദിനി? ഈ യക്ഷി ഒന്നുമില്ല. പൊന്നു രമേശേട്ടൻ മുമ്പ് കൺമണിമോളം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ കണ്ടപ്പോഴും ഞാൻ വിശ്വസിച്ചത്. പറഞ്ഞാൽ കൺമണിമോളെ എന്നോട് പറഞ്ഞു യക്ഷിയെ കണ്ട കാര്യം. അപ്പൊ ഈ വീട്ടിൽ യക്ഷി ഉണ്ടല്ലേ? അതെ ഏട്ടാ, ഈ വീട്ടിൽ യക്ഷിയുണ്ട്. ഇനി എന്ത് ചെയ്യും നന്ദിനി? എനിക്കറിയത്തില്ല ഇനി എന്ത് ചെയ്യും എന്തോ. ഞാനാ യക്ഷി. കണ്ടോ രമേശേട്ടാ, യക്ഷി. അയ്യോ, എന്തൊരു വലിപ്പമായി യക്ഷിക്ക്. ഞാനാ യക്ഷി.
നിങ്ങളെന്തായാലും ഞാൻ ഇപ്പൊ വക വരുത്തുന്നില്ല. നിങ്ങളെല്ലാരും വക വരുത്താനായിട്ട് ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ഇറങ്ങി വരും. അയ്യോ കണ്ടറിഞ്ഞ പക്ഷേ യക്ഷിയാണെങ്കിൽ ഫോട്ടോക്കത്തിട്ട് കയറിപ്പോന്ന്. ഫോട്ടോക്കത്തുനിന്ന് ഇറങ്ങി വന്ന് യക്ഷി അത് കണ്ടോ? യക്ഷി ഫോട്ടോക്കത്ത് കയറി. രമേശേട്ട കൺമുണമോളാണെങ്കിൽ ഫോട്ടോയിലോട്ട് ചോർച്ചെടുത്തെറിഞ്ഞ് താഴിട്ട് പൊട്ടിച്ച്. അയ്യോ 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 രമേശേട്ട യക്ഷി പോയി. കൺമുണമള് പറഞ്ഞാലും രക്ഷപ്പെട്ടു നമ്മള്.